ചോലനായ്ക്കർ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ നിലമ്പൂർ കരുളായി ഉൾവനത്തിലെത്തി പ്രിയങ്ക ഗാന്ധി എം പി. പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ അടക്കം കിലോമീറ്ററോളം നടന്നാണ് പ്രിയങ്ക ഗാന്ധി ചോലനായ്ക്കർ ഉന്നതിയിൽ എത്തിയത്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ആരോടൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്? എന്താണ് വിശദാംശം? രുചീഷ്, ഇന്ന് 10 മണിയോട് കൂടിയാണ് ചോലനായ്ക്കർ വിഭാഗത്തിന്റെ ഈ കരുളായി ഭാഗത്തുള്ള അവരുടെ ഉൾവനത്തിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്ത് അവിടേക്ക് എത്തുന്നത് തന്നെ വലിയ പ്രയാസമുള്ളതാണ്. കാരണം വലിയ പാറക്കെട്ടുകളും ഒക്കെ കടന്നു വേണം അങ്ങോട്ട് എത്താൻ. ഒപ്പം തന്നെ വലിയ വള്ളികളിലുമെല്ലാം തൂങ്ങിയുമെല്ലാമാണ് അവരുടെ ഉന്നതികളിലേക്ക് എത്തണമെങ്കിൽ ഏറെ പ്രയാസപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് ഈ ചോലനായ്ക്കർ വിഭാഗം താമസിക്കുന്ന ഇടം. അവർ പരമ്പരാഗതമായി ജീവിച്ചു വരുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ട് അവർ മറ്റൊരിടത്തേക്ക് പോകാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത്തരം ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് അവരുടെ അടുത്ത് ഏകദേശം 6 കിലോമീറ്ററിലധികം നടന്നാണ് അങ്ങോട്ട് എത്തിയിട്ടുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അവർക്ക് അവിടെ കാര്യമായ വീടുകളില്ല. അവരെല്ലാവരും ഈ ഇടയിലൊക്കെയാണ് താമസമുള്ളത്. അവർ ആ രീതിയിൽ തന്നെയാണ് ജീവിച്ചു വരുന്നതും. അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അവയ്ക്ക് വേണ്ട കരുതലുകൾ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ മറ്റ് അതിന് പുരോഗതിക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് വീടുകൾ ആവശ്യമുള്ളതും ഒപ്പം തന്നെ അവർക്ക് മറ്റ് സുരക്ഷിതമായ ഇടങ്ങൾ വേണമെന്നെല്ലാം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അവർക്ക് യാത്രയ്ക്ക് ഏറെ പ്രയാസപ്പെടുന്ന ഒന്നാണ് ഈ ചാലിയാറിന് കുറുകെയുള്ള ഒരു പാലം. അതൊരു പഴകിയ പാലമാണ്. വളരെ പ്രയാസപ്പെട്ടാണ് അവർക്ക് ആ പുഴ കടന്ന് അങ്ങോട്ട് അവരുടെ ഉന്നതികളിൽ എത്താനും പുറം ലോകത്തേക്ക് എത്താനുമെല്ലാം അവയ്ക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് പറഞ്ഞു തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ചോലനായ്ക്കരുടെ അടുത്തു നിന്നും മടങ്ങുകയും ചെയ്തത്. രുചീഷ്.